ഡൽഹിയിൽ നിന്ന് DGCA സംഘം അല്പസമയം മുൻപ് അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അവർ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച പരിശോധനകൾ ആരംഭിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ നിന്ന് ഇവിടെ അഹമ്മദാബാദിലെത്തി. അവിടെ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം ആശുപത്രിയിൽ പോയി. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി. വ്യോമയാന മന്ത്രി ഡൽഹിയിൽ പ്രധാനപ്പെട്ട യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അവിടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ സംഭവ സ്ഥലത്തുണ്ട്. മാത്രവുമല്ല, അഹമ്മദാബാദിൽ പരിക്കേറ്റ ആളുകളുടെ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, അതിൻ്റെ കൂടെ മരിച്ച ആളുകളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ DNA പരിശോധന നടത്തി മാത്രമേ നൽകാൻ കഴിയൂ. കാരണം കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട് മഹാഭൂരിപക്ഷം ആളുടെയും മൃതദേഹം. അതുകൊണ്ട് DNA പരിശോധന നടത്താനുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകിട്ടോടുകൂടി തന്നെ മൃതദേഹം കൈമാറാൻ പറ്റുമോ എന്ന ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിന് പുറത്തു പോകേണ്ട, ഗുജറാത്തിൽ വെച്ച് തന്നെ DNA പരിശോധന സമ്പൂർണ്ണമായി നടത്താനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ട സൗകര്യങ്ങൾ അഹമ്മദാബാദിൽ സജ്ജീകരിക്കുമെന്ന് അല്പം മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. 241 പേർ മരണപ്പെട്ടു. അതിൻ്റെ കൂടെ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ എണ്ണം എത്ര എന്നത് വ്യക്തമായിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് 5 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്.